ഹലോ, ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു വഴുതനങ്ങ ബ്രിഞ്ചാളിൻ്റെ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതി. അതിൻ്റെ ചേർക്കേണ്ട സാധനങ്ങൾ രണ്ട് കൊച്ചുള്ളിയുണ്ട്, സവാളയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്. ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്ക് ഇഞ്ചി ഇഷ്ടമായതുകൊണ്ടാണ്. അതൊക്കെ നിങ്ങളോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഇഞ്ചി ചേർത്താൽ മതി. വെളുത്തുള്ളി കൂടെ ചേർക്കുന്നത് ഗ്യാസ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോകാനാണ്. അപ്പോൾ നമ്മൾ ദാണ്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്കിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വരുമ്പോൾ നമ്മളിപ്പോൾ കടുകൊന്നും പൊട്ടിക്കണ്ട. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ ഒന്ന് വാടണം. അതിനു വേണ്ടി നമ്മൾ എല്ലാം ഇട്ട് കൊടുക്കും. പൊട്ടുന്ന സൗണ്ട് കണ്ടോ? വഴുതനങ്ങക്കകത്ത് ഇത്തിരി വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. വഴുതനങ്ങ ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് വഴുതനങ്ങ നമ്മൾ ഇട്ടിട്ടുണ്ട്. വഴുതനങ്ങ ഏതാണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? അതൊന്ന് ചെറുതായിട്ട് വാടി വരണം. വാടിയിട്ട് നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുക്കണം. കണ്ടോ? വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, സവാള. കൊച്ചുള്ളി കൂടുതലുള്ളവർക്ക് കൊച്ചുള്ളി ചേർത്താലും മതി. സവാള മാത്രം ചേർത്താലും നല്ലതായിരിക്കും. ഞാൻ ഇന്നാളെ തൈരിനകത്ത് ഇതുപോലെ വഴുതനങ്ങ വറുത്ത് നമ്മൾ ആ മസാലയൊക്കെ പുരട്ടി വറുത്തിട്ട് തൈരിനകത്തിട്ടു. നല്ല സൂപ്പറായിരുന്നു. നമുക്ക് ആ ഒരു കറി മതിയായിരുന്നു ചോറുണ്ണാനായിട്ട്. ഇതാണ്ട് ഈ വഴുതനങ്ങ ഇത്തിരി വാടി വന്നിട്ടുണ്ട്. നമുക്കിവരെല്ലാം ചേർക്കാം. കൊച്ചുള്ളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം വാടിയിട്ടുണ്ട്. നമ്മുടെ ബ്രിഞ്ചാൽ നല്ലോണം വാടി. തക്കാളി ഇടാം. ടൊമാറ്റോ ഇട്ട് എൻ്റെ കൂടെ കറിവേപ്പില. നമ്മുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലയാണേ. മായോ മന്ത്രമോ ഒന്നും ഇല്ലാത്തതാണേ. അപ്പം അവരൊന്ന് നല്ലതുപോലെ ഒന്ന് വാടണം. തക്കാളി ഒന്ന് നല്ലതുപോലെ വാടണം. തക്കാളി ചേർക്കാൻ അത്ര ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ നമ്മുടെ സാമ്പാറിന് വയ്ക്കുന്ന പുളി ഉണ്ടല്ലോ, അത് ഇച്ചിരി ചേർത്താലും മതി. അപ്പം ഞാൻ നേരത്തെ തക്കാളി ചേർക്കാമെന്ന്. നമ്മുടെ പുതിയ പാത്രമാണ്, നമ്മളിന്നാൾ പരിചയപ്പെടുത്തിയില്ലേ, പാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നതെന്ന്. ഇവരിത്തിരി ഒന്ന് വാടട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് വരാം. എല്ലാം നല്ലതുപോലെ വാടിയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ഇടയ്ക്ക് ചേർക്കേണ്ട ഒരു കാര്യമായിരുന്നു ഉപ്പ്. നമ്മളിത്തിരി ഉപ്പ് ചേർക്കുന്നു. നമ്മൾ ഉപ്പിട്ട് കഴിഞ്ഞു. ഇത്തിരി കായപ്പൊടി ഇടണം. അതിൻ്റെ മുളക് പൊടി എരിവിനനുസരിച്ച് ഇടണം കേട്ടോ. ഇത് എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 2 സ്പൂൺ ഇട്ടു. പിന്നെ നേരത്തെ കായപ്പൊടി എന്ന് പറഞ്ഞാൽ കാണിച്ചത് പുതിയ ഒരെണ്ണമായിരുന്നു പൊട്ടിക്ക്. അതാണ്ട് ഇത്തിരി കായപ്പൊടി ഇട്ടു. ഇത്തിരി കുരുമുളക് പൊടി ഇത്തിരി മതി കേട്ടോ. കുരുമുളക് പൊടി കൂടെ നമ്മുടെ മഞ്ഞൾപ്പൊടി. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പം മേടിച്ച് പൊടിച്ചതാണ്. അല്ലാത്ത മഞ്ഞൾപ്പൊടിക്കൊക്കെ നല്ല മായമാണേ, കളറൊക്കെ ചേർക്കുന്നത്. ഞങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നാട്ടിൽ നിന്ന് വരുമ്പം പൊടിച്ചാണ് കൊണ്ടുവരുന്നത്. അത് പിന്നെ അടുത്ത വർഷം പോകാൻ വരെയും കാണും. അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും ഇടയ്ക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്ന് വരുത്തും. വേണ്ടേ എല്ലാം ഒന്ന് നമ്മുടെ മുളകിൻ്റെയും മഞ്ഞളിൻ്റെയും ഒക്കെ മണം പോകാൻ വേണ്ടി ഇത്തിരി നേരം ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇതാക്കണം. ഇന്നിവിടുത്തെ മൂന്നാമത്തെ മോൻ്റെ ക്യാമറ പിടുത്തമാണ്. അത് അവനാണ് ഇന്ന്
ക്യാമറ എടുക്കാൻ സഹായിക്കുന്നത് തന്നെ. അതുകൊണ്ട് എനിക്ക് 2 കൈയും ഫ്രീ ആണെന്ന്. നമ്മളിനി സ്റ്റൗ ഓഫാക്കി ഇതിച്ചിരി നേരം തണുക്കാൻ വെക്കണം. തണുത്ത് കഴിയുമ്പോൾ മിക്സിക്കകത്ത് ഒന്ന് അടിക്കുക. അല്ലെങ്കിൽ നമ്മൾ നല്ലോണം സ്പൂൺ കൊണ്ട് ഇളക്കിയാലും ഉടയും. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ച് മിക്സിക്കകത്തൊന്ന് അടിച്ചെടുക്കാമെന്ന്. സ്റ്റൗ അങ്ങനെ ഓഫാക്കുകയാണ്. നമ്മൾ വറുത്ത് വെച്ച എല്ലാം തണുത്തായിരുന്നു. അപ്പം മിക്സിയിലിട്ട് ഞങ്ങളൊന്ന് ചതച്ചു. താണ്ടെ ആ കടായി തന്നെ നമ്മൾ വെച്ചു. ഒരു ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒരു ഇത്തിരി ചൂടാവുമ്പോൾ നമ്മൾ കടുകിട്ട് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടില്ല, ചൂടാവട്ടെ. ഏതാണ്ട് മുട്ട പൊരിച്ച് വെച്ചേക്കുന്നുണ്ടോ? ഞങ്ങൾ മുട്ട പൊരിച്ച് വെച്ചു ആ നേരത്തിന്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. പിന്നെ നാട്ടിലെല്ലാവർക്കും സുഖമാണോ? വെള്ളിയാഴ്ചകളിൽ ഞങ്ങളിവിടെ ചിക്കൻ, ബീഫ്, മട്ടൻ ഒന്നും ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് മീൻ വറുത്തതും ചിക്കനും ഒക്കെയാണ്, മീൻ വറുത്തതും മുട്ടയൊക്കെയാണ് എടുക്കുന്നത്. പള്ളിയിലൊക്കെ പിള്ളേർ പോയിട്ട് വന്നു. പള്ളി ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഞായറാഴ്ചയാണല്ലോ സൺഡേ ക്ലാസ്. ഇവിടെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ദാണ്ട് എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ കടുകിടുകയാണ്. ഇത്തിരി കടുകിട്ടു. പിന്നെ നാട്ടിൽ എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? മഴയൊക്കെ തുടങ്ങിയോ? പിന്നെ ക്രിസ്മസിൻ്റെ തിരക്കുകളൊക്കെ ആയിരിക്കും എല്ലാവരുടെയും വീട്ടിൽ. ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കലും പിന്നെ കുട്ടികളുടെ പരീക്ഷ സമയങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. വേണ്ടേ, നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമ്മളിടുന്നു. കൊച്ചുള്ളി ഇട്ടു. അതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് കറിവേപ്പിലയും മുളകും ഇടാം. ഞാൻ ഒരെണ്ണേ എടുക്കുന്നുള്ളൂ. വേണ്ടേ, നമ്മൾ അരച്ചു വെച്ചേക്കുന്ന അരപ്പ് കറിവേപ്പിലയും മുളകും ഒക്കെ ഇട്ടു. കറിവേപ്പിലയുടെ അതിൽ വെള്ളമുണ്ട്, അതുകൊണ്ടായി പൊട്ടുന്നത്. അത് നല്ലോണം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ മിക്സിയിൽ, അത് നമ്മളിതിനകത്തേക്കൊന്ന് ചേർക്കുക. എല്ലാം അടിച്ചെടുക്കണം. ചേർത്തിട്ട് ഇതിനകത്തൊരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ച്, ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കെറ്റിൽ വെച്ച് ചൂടാക്കി ചൂടുവെള്ളം ഇത്തിരി എടുക്കുക. അതിനകത്തൊന്ന് ഒഴിച്ച് മിക്സിയുടെ ജാറിൻ്റെ അടപ്പെടുത്ത് വെച്ച് ഒന്ന് അടച്ചിട്ട് ഒന്ന് കുലുക്കുക. വേഗത്തൊന്നും വീഴാതെ നോക്കണം. ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇത്രയ്ക്ക് അടയ്ക്കണം, കുലുക്കണം എന്നൊക്കെ പറയുന്നത്. എല്ലാം അറിയാവുന്നവർക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഒന്ന് ചെറുതായിട്ടിതൊന്ന് നമ്മൾ ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റുന്നിടം വരെ ഇത്തിരി നേരം ഒന്ന് വേവിക്കുക. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, ഉപ്പില്ല എങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെന്നുള്ളവർക്കും എരിവ് ചേർത്ത് കൊടുക്കാം. നല്ല സൂപ്പർ നമ്മുടെ ബ്രിഞ്ചാളിൻ്റെ ചമ്മന്തി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം. നിങ്ങളാരും എൻ്റെ വീഡിയോയ്ക്ക് ഒരു കമൻറ്റും ഇല്ല, ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് എന്താ എൻ്റെ വീഡിയോ ഒന്നും ഇഷ്ടമാവുന്നില്ലേ? പിന്നെ ലിയോക്കുട്ടൻ നല്ല ഉറക്കത്തിലാണിപ്പോൾ. ലിയോക്കുട്ടന് വെള്ളിയാഴ്ച ഒരു താമസിച്ചാണ് ഉറങ്ങുന്നതൊക്കെ. അതുകൊണ്ട് നല്ല ഉറക്കത്തിലാണ് പുള്ളിക്കാരൻ. അന്നേരം നമ്മൾ സ്റ്റൗ ഓഫാക്കുകയാണ്. ഞാനിതൊന്ന് ഉപ്പ് നോക്കട്ടെ. ഉപ്പെല്ലാം ഉണ്ട്, എരിവ് പുളി എല്ലാം ഉണ്ട്. നമ്മുടെ ചോറുമായിട്ടോ ചപ്പാത്തി ആയിട്ടൊക്കെ ഇതങ്ങ് ഒരു പിടി പിടിച്ചാൽ മതി. എൻ്റെ സാറേ, എന്ത് സൂപ്പറാണെന്നറിയോ?
ഒക്കെ പറയുന്ന പോലെ ഡയലോഗ് ഞാൻ ഉണ്ടാക്കിയ ഫുഡിന് പറയേണ്ടി വരികയാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. അപ്പോഴേ നമ്മളെ സ്റ്റൗ ഇനി ഓഫാക്കുക. ഇന്നത്തെ ഞങ്ങളുടെ ഫുഡും കൂടെ കാണിച്ച് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഉച്ചത്തെ ചോറ് വേണ്ടേ, ചോറ്, മുട്ടയുണ്ട്, മുട്ട പൊരിച്ചത്, പിന്നെ നമ്മളിപ്പോൾ ബ്രിഞ്ചാൾ കറി വെച്ചല്ലോ, ചമ്മന്തി അത്, പിന്നെ സാലഡ്, നമ്മുടെ കുക്കുംബറും സവാളയും, പിന്നെ ഇതിനകത്ത് ഇട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ തൈര്, ഉപ്പ്, പിന്നെ പുതിനയില, മല്ലിയില ഉണക്കി പൊടിച്ച പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നങ്ക്, മാന്തളെന്നും പറയും, നങ്കെന്നും പറയും. എനിക്കറിയാവുന്ന കൂടുതൽ നങ്കെന്നാണ്. വേറെ എവിടെയൊക്കെ എന്തൊക്കെ പേര് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ആര് കമൻറ്റ് ചെയ്യാൻ നമ്മൾക്കൊക്കെ അല്ലേ. വേണ്ടേ. പിന്നെ ഉള്ളത് വെണ്ടയ്ക്ക മപ്പാസ്. കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല ഇത്, എനിക്കും ചേച്ചിക്കുമാണ്. വെണ്ടയ്ക്ക മപ്പാസ്, കോവയ്ക്ക ചെറുതായിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് സവാളയും തേങ്ങയും ജീരകവും ഒക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ചതാണ് കോവയ്ക്ക. അത്രയാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണ്. ഇപ്പം നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ലിയോ കുട്ടനെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ലിയോ ഇതൊരുറക്കമാടാ നീ ഉറങ്ങുന്നേ? എണീറ്റേ. അയ്യോ, ഇങ്ങനെ ഉറങ്ങാവോ? ഞങ്ങളുടെ ഇവിടുത്തെ റോഡ് പണിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. നല്ല ക്ലിയറായി, വീട്ടിലൊക്കെ വണ്ടി വരാൻ തുടങ്ങി, എല്ലാം ശരിയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് ട്രീയുടെ സാധനം എടുത്തെല്ലാം റെഡിയാക്കണം. അതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പം ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുക, എല്ലാവരും സ്നേഹത്തോടെ സമാധാനത്തോടെയൊക്കെ ഇരിക്കുക. ഞങ്ങളിവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കുന്നു. ലിയോനെ കേട്ടെ ലിയോ ഒന്ന് എണീക്കടാ. അയ്യോ, ഉറക്കം തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര ഉണർന്നിട്ട് അവൻ എഴുന്നേക്കാൻ മേലെ കണ്ണു തുറന്ന് കിടപ്പുണ്ട് കേട്ടോ. എന്നാൽ ശരി, ബൈ.